പ്രിയപ്പെട്ട ഷാലോം ടി വി പ്രേക്ഷകരെ, ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്, കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റ്, ദേശീയ ഉദ്ഘാടന കൗൺസിൽ അംഗം, മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, കർദിനാൾ, തിരുവനന്തപുരം അതിരൂപതയുടെ അധ്യക്ഷൻ എന്നീ ഉന്നതമായ നിലകളിൽ സേവനം ചെയ്യുന്ന അഭിമന്യ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയാണ്. ഈ പിതാവുമായിട്ടുള്ള അഭിമുഖത്തിലേക്ക് എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. പിതാവിന് അടുത്ത കാലത്ത് കിട്ടിയ പദവിയാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി. അതിൻ്റെതായ പ്രത്യേകമായ അനുമോദനങ്ങളും എല്ലാ പ്രേക്ഷകരുടെ നാമത്തിൽ ആശംസിക്കുന്നു. ഞാൻ പിതാവിൻ്റെ ഒരുപാട് ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ഇല്ലെങ്കിലും കുറേ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തിലും പ്രസംഗങ്ങളിലും എല്ലാം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ഭൗതിക കാര്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം പിതാവിന് വ്യക്തമായ അറിവും ബോധ്യങ്ങളും ദർശനങ്ങളുമെല്ലാം ഉണ്ടെന്നാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ആണ് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത്. പിതാവിൻ്റെ മറുപടികൾ എല്ലാ പ്രേക്ഷകർക്കും ഉത്തേജനകരവും അറിവ് പകരുന്നതാകുമെന്ന് വിശ്വസിക്കുകയാണ്. CBCIയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ദേശീയ ഉദ്ഘാടന കൗൺസിൽ അംഗമെന്ന നിലയിലും ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് പിതാവിന് തോന്നുന്നത് എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഭാരതം എന്ന വലിയ ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിതി ഉറപ്പാക്കുന്ന അനേകം ഘടകങ്ങൾ നമുക്കുണ്ട്. ഒന്നാമതായി ഇതൊരു ഈശ്വര വിശ്വാസമുള്ള ഒരു മണ്ണാണ്. അതിലധിഷ്ഠിതമായി ജീവിക്കുന്ന ക്രമമുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അനേകം വൈവിധ്യങ്ങൾ ഈ നാടിനെ സമ്പുഷ്ടമാക്കുന്നു. അതിൻ്റെ ഇടയിലെ ഒരു വെള്ളി രേഖ എന്നതുപോലെ അതിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിലെ ഏകത്വം, ഭാരതം ലോകത്തിന് കൊടുക്കുന്ന ഒരു വലിയ ജീവിത സന്ദേശമാണ്. തിരുസഭയിൽ സഭകളുടെ കൂട്ടായ്മയാണ് എന്നത് സൂചിപ്പിക്കുന്ന ദൈവശാസ്ത്രപരമായ ഒരു സമീപനമുണ്ടല്ലോ. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ജീവിത സമ്പ്രദായം ബഹുസ്വരതയിലൂടെയുള്ള മുന്നേറ്റത്തിലെ ഏകതാഭാവം, ഇത് ഭാരതത്തിൻ്റെ അനുഗ്രഹമാണ്, ഭാരതത്തിൻ്റെ ലോകത്തിനുള്ള നിയോഗഭാഗമാണ്, ജീവിച്ച് കാട്ടാനുള്ള വലിയ പദ്ധതിയാണ്. ആധുനിക ഭാരതം അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഈ ജീവിത സമീപനം, ജീവിത സംസ്കാര ശൈലി നിലനിർത്തുക എന്നുള്ളതാണ്. വൈവിധ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം, അത് വിശ്വാസമാകട്ടെ, ആചാരമാകട്ടെ, ആഘോഷമാകട്ടെ, സംസാരിക്കുന്ന ഭാഷയാകട്ടെ, എല്ലാം വൈവിധ്യങ്ങളാണ്. ഇത് വിരുദ്ധമായി കാണപ്പെടുന്നില്ല, ഇത് വൈവിധ്യമായി കാണപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിനെ കാത്തു സൂക്ഷിക്കുവാൻ നിതാന്തമായ ഒരു ജാഗ്രത നമ്മുടെ മനസ്സുകൾക്ക് ആവശ്യമുണ്ട്. പരസ്പര ബഹുമാനവും കരുതലും, ഒപ്പം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ലോക സംസ്കാരത്തിന് അനിവാര്യമാണെന്ന ബോധ്യം, ഇത് നമ്മുടെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ഒപ്പം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യം, ഇന്ത്യ ഈസ് എ യങ് നേഷൻ, ഇതൊരു യുവ രാഷ്ട്രമാണ്. ഇവിടുത്തെ യുവതീ യുവാക്കളാണ് ഏറിയ പങ്കും. ഇത് ലോകത്തിന് ഒരു വലിയ പ്രത്യാശ നൽകുന്ന,
പ്രതീക്ഷ നൽകുന്ന അനുഭവമാണ്. ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ നിലനിൽക്കുന്ന, പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ഒരു രാജ്യം. അതേസമയം ഈ വലിയ പങ്കിന് നിർവഹിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാനാത്വത്തിലെ ഏകത്വം, വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെ ഒരു ഭാരതീയ ജനതയായി കരുതിക്കൊണ്ടു പോകാനുള്ള എല്ലാവരുടെയും ഒരു ആത്മാവേശം, അത് ഒരു വെല്ലുവിളിയാണ്. ജോലി സാധ്യതകൾ, പഠന സാധ്യതകൾ, രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ പ്രത്യേക നിയോഗത്തിലെ പങ്കാളിത്തം, ഇതെല്ലാം യുവതലമുറ കൂടുതൽ ആഗ്രഹിക്കുന്നു. അവർ അതിനെ സ്വാംശീകരിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ മുൻപിൽ ഭാരതം എന്ന വലിയ രാജ്യം നിലനിൽക്കുവാൻ പോകുന്നത് ഈ രാജ്യം ലോകത്തിന് നൽകുവാൻ പോകുന്ന ഒരു സംസ്കൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ സംസ്കൃതി ഏതോ ചില പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ജീവിത സംസ്കൃതിയായി രൂപപ്പെടുത്തിയ ഒരു സമീപനം, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന ആ വലിയ ശൈലി, അതിൽ പ്രപഞ്ചത്തോടും പ്രപഞ്ചനാഥനോടും പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളോടും പ്രപഞ്ചത്തിൽ വസിക്കുന്ന മനുഷ്യനോടും അന്യോന്യവും ഒക്കെയുള്ള ഒരു ബന്ധം, അതാണ് ശൈലി. ആ ശൈലിയുടെ സമഗ്രത കാത്തു സൂക്ഷിക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയണം. ഇതിൻ്റെ മധ്യത്തിലാണ് ഭാരത കത്തോലിക്ക സഭയ്ക്ക് എന്തെങ്കിലും സവിശേഷമായി ഇക്കാര്യത്തിൽ ചെയ്യുവാൻ ഉണ്ടോ? നമ്മുടേത് വളരുന്ന, വികസിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇറ്റ്സ് എ ഡെവലപ്പിംഗ് കൺട്രി എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഈ സഭയ്ക്ക് ഇതിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും ഗുണപരമായി വഹിക്കുവാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. നാം ഒരു ചെറിയ സമൂഹമാണ് ജനസംഖ്യാപരമായി. എന്നാൽ ക്രിസ്തു മതത്തോളം പഴക്കമുള്ള വിശ്വാസ കുടുംബത്തിൻ്റെ തായ്വേരുള്ള ഒരു സ്ഥലത്താണ്, ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഈ സമൂഹത്തിന്, ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്, കത്തോലിക്ക സമൂഹത്തിനൊക്കെ ഭാരതത്തിൻ്റെ കെട്ടുപണിയിലും ഭാരതത്തിന് ലോകത്തിന് നൽകുവാനുള്ള വലിയ പദ്ധതിയിലും എന്ത് ഗുണപരമായ പങ്കാണ് നിർവഹിക്കാൻ കഴിയുക? ധാർമ്മികതയെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ച്, പരസ്പര ബന്ധത്തെക്കുറിച്ച്, പ്രപഞ്ചനാഥനോടുള്ള ബന്ധത്തെക്കുറിച്ച്, പരസ്പര ബന്ധത്തെക്കുറിച്ചൊക്കെ നിരന്തരമായി പ്രോജ്വലിപ്പിക്കുന്നതിനും പ്രചോദനം നൽകുന്നതിനുമൊക്കെയുള്ള ധാർമ്മികമായ സുവിശേഷപരമായ ഉത്തരവാദിത്വം സഭയ്ക്ക് ഉണ്ട്. എന്തുമാത്രം സഭ അത് ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പിതാവിൻ്റെ ബോധ്യം. നമ്മൾ ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ധാരാളം പുതിയ സങ്കേതങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. നാം ഇതുവരെയും പ്രവേശിച്ചിട്ടില്ലാത്ത മേഖലകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ പുതിയ മാധ്യമ ലോകം, അതുപോലെ തന്നെ നമ്മളുടെ സംവേദിക്കുവാനുള്ള വിവിധ വേദികളുടെ പ്രവേശനം, യുവതലമുറയുടെ ജീവിതത്തിൻ്റെ ഉള്ളർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സഭയുടെ പ്രത്യേക ദൗത്യം, ജോലിക്കിടയിലും പ്രവർത്തന നിരതമാകുന്ന സുവിശേഷ സാക്ഷ്യം, ഇത് സഭയുടെ ഉത്തരവാദിത്തമാണ്. നാം യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈ ഭാരത മണ്ണിലെ എല്ലാ ഇടങ്ങളിലും സന്ദേശം എത്തിച്ച് കഴിഞ്ഞില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും. എല്ലാ ഇടങ്ങളിലും സജ്ജരാക്കേണ്ടുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെയുണ്ട്. അതായത് ദൈവം നമ്മെ അനാഥരായി വിട്ടുകളഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവൻ ഇമ്മാനുവേലായി, കൂടെ വസിക്കുന്നവനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു എന്നതിന് കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷകൻ നമുക്കുണ്ട് എന്ന സുവിശേഷത്തിൻ്റെ മർമ്മം ഈ ഭാരതഭൂമിയിലെ സകല മനുഷ്യരോടും അറിയിക്കുവാൻ സഭയ്ക്ക് കടമയുണ്ട്. ഇത് അറിയിക്കുമ്പോൾ നാം പ്രത്യേകമായി മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന കാര്യം, നാഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ സുവിശേഷം അറിയിക്കുക.
തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കർത്താവ് ജനത്തെ ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പസ്തോല പ്രവൃത്തികളിൽ പറയുന്നത് പോലെ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക, അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ സവിശേഷമായ ഒരു നവോന്മേഷത്തിന് ഈ വിശ്വാസ കുടുംബത്തിന്, ക്രൈസ്തവ കുടുംബത്തിന് ഒരു വലിയ പങ്ക് നിർവഹിക്കാനുണ്ട്. ഒപ്പം ഇതൊരു യുവരാജ്യമാണെന്ന് സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ യുവജനതയെ സുവിശേഷത്തോട് അടുപ്പിച്ച് നിർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് എന്ന് കരുതുന്നു. ഒപ്പം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വളരെ വലുതാകുമ്പോൾ സഭയ്ക്ക് ഈ മേഖലയിൽ എന്താണ് ചെയ്യാൻ കഴിയുക? അധാർമികമായതിനെ അധാർമികം എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള ആർജവത്വം പ്രകടമാക്കുന്നതോടൊപ്പം നാം ആരുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെയും ആവശ്യകത. പശ്ചാത്തലത്തിൽ 2 ചോദ്യങ്ങൾ. ഒന്ന്, പിതാവ് CBCIയുടെ പ്രസിഡൻ്റാണ്. 2, ദേശീയ ഉദ്ഗതര കൗൺസിൽ അംഗമാണ്. ഈ 2 പദവികളിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ ശ്രദ്ധ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഈ നാനാത്വത്തിലെ ഏകത്വം എന്ന ഭാരതത്തിൻ്റെ ശൈലി കാത്തു സൂക്ഷിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിക്ഷിപ്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കണം. ഇതിൽ ക്രൈസ്തവരായ നാം അഭിമാനിക്കുന്നു എന്നത് നമ്മളുടെ വലിയ ജീവിതത്തിൻ്റെ സംതൃപ്തിയുടെ ഒരു ഭാഗമാണ്. ഇത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ ഒരാവേശം പകരണം. ഇത് മഹത്തായ ഒരു രാജ്യമാണ്, എൻ്റെയും രാജ്യം, നമ്മുടെയും പരിശ്രമ ഫലമായി പുനർനിർമ്മിക്കപ്പെടുന്ന ഒരു രാജ്യം. ഇത് നാം പങ്കുവെക്കേണ്ടതുണ്ട്. ഒപ്പം ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയമല്ല, ഈ രാജ്യത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയും. തീർച്ചയായിട്ടും അവർക്ക് ഒരു തിരുത്തലിൻ്റെ ആവശ്യമുണ്ട്. ഇത് ഞാൻ ജീവിക്കുന്ന ഈ മണ്ണ് ദൈവം എനിക്ക് നൽകിയിട്ടുള്ള, ഇവിടെ ജീവിക്കുവാൻ ദൈവം കൽപ്പിച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശവും അതിലെ നിവാസികളുമാണ്. അവരോട് ബന്ധമില്ലാതെ ഈ ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന എൻ്റെ നാഥനോട് ബന്ധപ്പെടാൻ എനിക്ക് കഴിയില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്തവനായ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ. അപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഈ ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിൽ പാവപ്പെട്ട ആളുകളോട് ജാതി മത രാഷ്ട്രീയ ഭാഷാ വ്യത്യാസമില്ലാതെ പരിഗണനാപൂർവം അടുത്തു നിൽക്കുവാൻ സഭയെ നിരന്തരമായി പ്രചോദിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് കരുതുന്നു. ഒപ്പം പിന്നോക്ക വിഭാഗങ്ങളിൽ ആയിത്തീർന്നിരിക്കുന്ന പല കാരണങ്ങളാൽ അവരെക്കുറിച്ച് സഭ പരിഗണനയോടെ സംസാരിക്കുകയും ഇടപെടുകയും വേണം എന്നത് ഓർക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആരും അധിക്ഷേപിക്കപ്പെടുവാനോ അവഗണിക്കപ്പെടുവാനോ അവമതിക്കപ്പെടുവാനോ പാടില്ല. ഇത് സഭ നിർവഹിക്കേണ്ട, സഭ മുൻപോട്ട് നിന്ന് സംസാരിക്കേണ്ട വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിന് നമ്മുടെ സഭാ സമൂഹത്തെ സജ്ജമാക്കി സഭയുടെ ശബ്ദം ഒരു മനസാക്ഷിയുടെ ശബ്ദമായി, ധാർമ്മിക ശബ്ദമായി ഈ സമൂഹത്തിന് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കും. മറ്റൊരു ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യം എല്ലാ മേഖലയിലും തന്നെ പുരോഗതി പ്രാപിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അതൊരു ഇംബാലൻസ്ഡ് ഗ്രോത്താണ്. പല മേഖലകളിലും പിന്നോക്കാവസ്ഥ, പിതാവ് സൂചിപ്പിച്ച പോലെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം മറുവശത്തുമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വശത്ത് ഇത്രയും പുരോഗതി വരുമ്പോഴും ഇത്രയും വിഭവശേഷിയും ആൾശേഷിയും ഒക്കെ നമുക്കുണ്ടായിട്ടും മറുവശം ഇത്രയും പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്നതിൻ്റെ കാരണങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളുണ്ടാകാം, മതപരമായ കാരണങ്ങൾ കാണാം, സാമ്പത്തിക കാരണങ്ങൾ കാണാം. എന്താണ് പിതാവിന് തോന്നുന്നത്? എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്: ദ ഇംബാലൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് ആരെയാണ്?
ഉള്ളവർക്ക് വീണ്ടും പരിഗണന നൽകുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം, അത് ആവശ്യമില്ല എന്നല്ല. എന്നാൽ ഒപ്പമെത്തുവാൻ വളരെ പാടുപെടുന്ന വലിയ വിഭാഗം ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് വളരെ സെലക്റ്റഡായ ഒരു സമൂഹത്തെ വീണ്ടും വീണ്ടും ഉയർത്തുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വിടവ് വളരെ പ്രകടമാകും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളുടെ നാട്ടിൽ സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക് വീണ്ടും കിട്ടുന്നു. ഉദാഹരണം, ഉദ്യോഗസ്ഥർക്കൊക്കെ സാലറി വർധനവ്, വലിയ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നു. അതേസമയം സമൂഹത്തിലെ ഏറ്റവും നമ്മുടെ സഹതാപവും സ്നേഹവും പരിഗണനയും അർഹിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ ബുദ്ധിമാന്യമുള്ള കുട്ടികൾ. പക്ഷേ നമ്മൾ നോക്കിയാൽ കാണാം, അവർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് യാതൊന്നും ചെയ്യാത്തത്. വല്ലപ്പോഴുമൊക്കെ കുറച്ച് ഗ്രാൻഡൊക്കെ കൊടുത്തുന്നവരല്ലാതെ പക്ഷേ മറ്റ് വികലാംഗായ ആളുകൾക്ക് പോലും അവർക്ക് ചോദിക്കാനും പറയാനുമുള്ള ബുദ്ധിയും ശക്തിയും കഴിവും സംഘടനാ ശക്തിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ പോലും ചോദിച്ചു വാങ്ങും. പക്ഷേ ഈ ബുദ്ധിമാന്യമുള്ള കുട്ടികൾ, അവരുടെ കുടുംബങ്ങൾക്കൊക്കെ അത്തരം കുട്ടികളെ പരിശീലന സ്ഥാപനങ്ങൾ, ഇവർക്കൊക്കെ ഗവൺമെൻറ്റുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കുന്നത്? ഈ സാമൂഹ്യ നീതിയെപ്പറ്റിയൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഒരു ഗ്രഡേഷനിൽ വരുമ്പോൾ ഈ വിഭാഗം ജനങ്ങളെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം എന്ന് കമ്പോള സംസ്കാരത്തിൻ്റെ ഒരു വേലിയേറ്റത്തിൽ നിൽക്കുന്ന പുതിയ മനസ്സ് ചോദിക്കുകയാണ്. ഇത് നമുക്ക് ഒരു അപകടമാണ് ഈ വിഭാഗം. കാരണം അധിക ബാധ്യത വരുത്തി വയ്ക്കുന്നു. നമുക്ക് പ്രവർത്തനക്ഷമതയില്ല, കാര്യക്ഷമതയില്ല, ഉപകാരമില്ല. ഈ ഒരു ചിന്താരീതി വളർന്നു വരുമ്പോൾ ഇവരെ ദയാവധത്തിനും ഇല്ലായ്മ ചെയ്യാനുമൊക്കെ ഉള്ള ശ്രമങ്ങളും നടക്കും. നേരെ മറിച്ച് ജീവിതത്തിൻ്റെ സമഗ്രതയിൽ, ഒരു ധാർമ്മികതയിൽ, ആത്മീയതയിൽ ഇതിനെ കാണുമ്പോൾ ഇവരും എൻ്റെ ജീവൻ്റെ ഭാഗമാണ്, നമ്മുടെ നാടിൻ്റെ ഭാഗമാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് നിരൂപിക്കാൻ കഴിയും. ഒപ്പം മറ്റൊരു കാര്യം, വലിയ കഴിവുള്ള, വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരാൾ എന്നിരിക്കട്ടെ, അദ്ദേഹം രോഗിയാകുന്നു എന്ന് വരികിൽ അദ്ദേഹത്തിനും ഇതേ ദുരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഓർക്കുക. മേഴ്സി കില്ലിംഗ്, ദയാവധം എന്നത് അദ്ദേഹത്തെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പ്രയോജനമില്ലാത്തത് കൊണ്ട് ഇത് ആവശ്യമില്ല, ഇത് എനിക്ക് അധിക ബാധ്യത എന്ന് കരുതുന്നത് അധാർമികതയുടെ ഏറ്റവും വലിയ അടയാളമാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ ബുദ്ധിവികാസം പ്രാപിച്ചിട്ടില്ലാത്ത കുട്ടികളെയൊക്കെ പരിപാലിക്കുന്ന സങ്കേതങ്ങൾക്ക് കേരള സംസ്ഥാന സർക്കാർ പ്രത്യേക ഒരു പരിഗണന കൊടുത്ത് വരുന്നത് കാണുന്നുണ്ട്. അത് ആശാവഹമാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പുതിയ പ്രചോദനത്തെ കാണിക്കുകയുമാണെന്ന് ഞാൻ നല്ല മാറ്റത്തിൻ്റെ സൂചനയാണ്. തീർച്ചയായിട്ടും. മറ്റൊന്ന്, ഈ പലപ്പോഴും നമ്മളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നമ്മുടെ വൈദികരും സിസ്റ്റർമാരും സഭാ നേതൃത്വമൊക്കെ ഇടപെടാറുണ്ട് കുറേയെങ്കിലുമൊക്കെ. അപ്പം അതിനോട് വളരെയധികം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സമ്പ്രദായവും നമ്മൾ കാണുന്നുണ്ട്. അച്ഛന്മാരും സിസ്റ്റേഴ്സും ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ബൗദ്ധിക കാര്യങ്ങൾ, സാമ്പത്തിക കാര്യത്തിൽ, രാഷ്ട്രീയത്തിലൊന്നും ഇടപെടേണ്ട എന്നെല്ലാം പറയുകയും പ്രസംഗിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകളും പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ കാണാറും കേൾക്കാറുമൊക്കെയുണ്ട്. അത് നമുക്കങ്ങനെ, സഭയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അഥവാ സഭ ഇതിൻ്റെ അകത്തൊക്കെ ഇടപെടേണ്ടതല്ലേ? അഥവാ സഭയ്ക്കെതിരെയുള്ള ഇത്തരം വിമർശനങ്ങളെ എന്തുമാത്രം നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? അടിസ്ഥാനപരമായ ചോദ്യം ഒരു സഭാ വിശ്വാസിക്ക് എന്താണ് ചോദിക്കാനുള്ളത്? നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ജീവിതത്തിൻ്റെ 30 ദിവസത്തെ ഒരു കാര്യത്തെക്കുറിച്ചാണോ, അതോ പഠനകാലം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണോ, അതോ ജോലി ചെയ്യുന്നു പറയുന്ന പ്രവർത്തന കാലത്തെക്കുറിച്ചാണോ, റിട്ടയർമെൻറ്റ് കാലത്തെക്കുറിച്ചാണോ, രോഗാവസ്ഥയിലെ കാര്യത്തെക്കുറിച്ചാണോ, അതോ ഈ ജീവനെക്കുറിച്ച് സമഗ്രമായിട്ടാണോ? സഭയെ സംബന്ധിച്ച് നമ്മളുടെ പ്രതിപാദ്യ വിഷയവും നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രവും എല്ലാം വരുന്നത് മനുഷ്യൻ അവൻ്റെ സമഗ്രതയിലാണ്. അപ്പോൾ അവൻ്റെ ബാല്യകാലം മുതൽ അവൻ്റെ വിദ്യാഭ്യാസകാലം,
അവൻ്റെ ഉന്നത വിദ്യാഭ്യാസകാലം, അവൻ്റെ പ്രവർത്തനകാലം, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലവും, അവൻ രോഗിയാകുമ്പോൾ അക്കാലവും, ഇതിനെല്ലാം പരിഗണിക്കേണ്ടുന്ന ഒരു സമീപനമാണ് സഭ പുലർത്തേണ്ടത്. ഇതിന് ഏതെല്ലാം ആവശ്യമാണോ ആ മേഖലകളൊക്കെ സഭ സജ്ജീകരിക്കണം. സഭ ജീവിതത്തിന് സജ്ജീകരണങ്ങൾ നൽകുന്നതാണ് നമ്മളുടെ എല്ലാ തലങ്ങളും. അതിലേത് തലത്തിലാണ് സഭ പ്രവേശിക്കരുത് എന്ന് പറയുക? രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സഭ സംസാരിക്കേണ്ടത് എയ്ഡ്സ് രോഗബാധിതരെക്കുറിച്ചും കുഷ്ഠരോഗികളെക്കുറിച്ചും ബുദ്ധിവികാസം പ്രാപിച്ചിട്ടില്ലാത്ത ആളുകളെയും കുറിച്ച് മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ധാർമ്മികമല്ല, അത് സ്വീകാര്യവുമല്ല. കാരണം ജീവിതത്തെക്കുറിച്ച് മുഴുവനാണ് സഭ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും. സഭയുടെ ഏത് ശുശ്രൂഷയാണ് ജനങ്ങൾക്ക് തടസ്സമായിട്ട് വരുന്നത്? തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ആരെങ്കിലും പറയുന്നു എന്നതിൻ്റെ പേരിൽ സഭയുടെ ശുശ്രൂഷകൾ മാറ്റിവെക്കാൻ ആവില്ല. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം അച്ഛൻ ചോദിക്കുകയുണ്ടായി, രാഷ്ട്രീയത്തിലും ഇടപെടുന്നതിനെക്കുറിച്ച്. രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നതുകൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത്? സ്വതന്ത്ര രാഷ്ട്രത്തിൽ പൗരബോധത്തോടും അഭിമാനത്തോടും കൂടി ജീവിക്കുന്നതിന് ഓരോരുത്തരെയും, ഓരോ സമൂഹത്തെയും, എല്ലാ സമൂഹത്തെയും സജ്ജരാക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ദൗർഭാഗ്യവശാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കക്ഷി രാഷ്ട്രീയം എന്നതാണ് രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ലേബൽ എന്നത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുക. ഇത് വളരെ പരിമിതമായിട്ടുള്ള ഒരു സമീപനമാണ്. എൻ്റെ മഹത്തായ രാഷ്ട്രത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനാവില്ല, ഞാൻ ഒരു മതമേലധ്യക്ഷനായതുകൊണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഈ രാഷ്ട്രത്തോടും എന്നോടും കാട്ടുന്ന കടുത്ത അപരാധമാണ്. സഭ ആധുനിക ലോകത്തിൽ എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ പ്രമാണ രേഖയിൽ 73-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ സഭ ഇടപെടേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമോ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവരോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇഷ്ടാനിഷ്ടമനുസരിച്ച് പ്രമേയങ്ങൾ പാസ്സാക്കുന്നവരോ അല്ല. നേരെ മറിച്ച് എല്ലാ രാഷ്ട്രീയ നിർമ്മാണ പ്രവർത്തകർക്കും ബോധനം കൊടുക്കുവാൻ, ധാർമ്മികമായ പിൻബലം കൊടുക്കാൻ, തിരുത്തൽ കൊടുക്കാൻ സഭയ്ക്ക് ചുമതലയുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞല്ലോ, രാഷ്ട്രീയ നേതാക്കൾ ചിലർ കരുതുന്നത് ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് അവർ മാത്രം സംസാരിച്ചാൽ മതി. ഇത് സ്വീകാര്യമായ ഒരു പ്രമേയമല്ല. കാരണം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ മാത്രമല്ല ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുക. ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ, ഇവിടുത്തെ പാടങ്ങളിൽ അധ്വാനിക്കുന്ന കർഷക ജനത, തൊഴിലാളികൾ, അടിസ്ഥാന ജോലികൾ ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യർ, നമ്മുടെ നിരത്ത് വൃത്തിയാക്കുന്ന, തുച്ഛമായ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അധ്യാപകർ, സാമൂഹിക സേവന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യരംഗം, ആദിവാസികളുടെയും ദുർബല വിഭാഗങ്ങളുടെയും ഇടയിൽ സർവ്വതും മറന്ന് പ്രവർത്തിക്കുന്ന അനേകർ, ഇവരെല്ലാം ചെയ്യുന്നത് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണ്. അപ്പോൾ ചില ആളുകൾക്ക് തോന്നൽ വരുന്നു, ഇവരാരും സംസാരിക്കേണ്ട, ഞങ്ങൾ സംസാരിക്കാം. ഇത് രാഷ്ട്രതന്ത്രജ്ഞതയുടെ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും പരിമിതമായ ഒരു അവതരണമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ദിശാബോധത്തിൽ കൂടെ നിന്ന് സഹായിക്കുവാനാണ് സഭ പരിശ്രമിക്കുന്നത്. പരിസ്ഥിതിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ അവർ മാത്രമാണ് പരിസ്ഥിതി സംരക്ഷകരെന്ന് പറയുകയും യഥാർത്ഥത്തിൽ ഇതിനെ സംരക്ഷിക്കുന്ന ഒരു പാവപ്പെട്ട ജനവിഭാഗത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത്
പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമല്ല. കുരിശ് പൂക്കുന്ന വസന്തകാലം ഞായറാഴ്ചയുടെ പ്രഭാതം ലോകത്തിന് നൽകുകയാണ്. ഉത്ഥാനം, ഉയർപ്പ്, ഉയർന്ന് നിൽക്കുകയാണ്.